പായം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ശില്പശാല സംഘടിപ്പിക്കുന്നു. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ വയോജന നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുതിർന്ന പൌരന്മാർക്ക് അർഹമായ ആദരവ് നൽകുന്നതിനോടൊപ്പം അവരുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുക, അവർക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പായം പഞ്ചായത്തിനെ വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്ന് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി പറഞ്ഞു. മെയ് 17 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ശില്പശാല. പായം പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിലാണ് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പായം ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ വരുന്ന 17-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് വയോജനങ്ങൾ കൂട്ടായ്മയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്കുള്ള ശില്പശാല പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ 18 വാർഡുകളിലും 50 വീട് എന്ന നിലയിൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി ആ ക്ലസ്റ്ററിൽ നിന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തുകൊണ്ട് 60 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ഉൾപ്പെടുത്തി അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ 18 വാർഡിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ അവർക്കൊരു ആശ്രയമാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അവർക്ക് ഒരു സ്വയമായി തൊഴിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തൊഴിൽ സംരംഭങ്ങൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. അപ്പം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, മാനസികമായും ശാരീരികമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വയോജനങ്ങൾ, മുതിർന്നവർ നമ്മുടെ എല്ലാം വിവിധ പ്രദേശങ്ങളിലുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങും തണലുമാകുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയായാലും നമുക്കറിയാം, ഈ ഒരു ശില്പശാലയോടുകൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും ഉള്ള ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വിശദമായിട്ടുള്ള ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് തന്നെയാണ് തയ്യാറാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.